അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പ്രദക്കേശീ നിഷൂദന. Come to 50th. സിദ്ധിം പ്രാപ്തോ യദാ ബ്രഹ്മാ തദാപ്നോതി നിബോധ മേ. സമാസേനൈവ കൗന്തേയ നിഷ്ഠാ ജ്ഞാനസ്യ യാ പരാ ബുദ്ധ്യാ വിശുദ്ധയാ യുക്താ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാൻ ത്യക്ത്വാ രാഗദ്വേഷോ വ്യുദസ്യ ച വിവിക്തസേവീ ലഘ്വാശീ യദവാക്കായ മാനസ. ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിത. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമഃ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഇവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തി. സോ നമ്മുടെ ഭാരതത്തിന്റെ സംസ്കൃതി എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി. ഞാൻ പറഞ്ഞു, ഗീത ഈസ് നോട്ട് എ റിലീജിയസ് ടെക്സ്റ്റ്, it is a spiritual text. And what is a spiritual text and what is a religious text? Religious text talks about അത് കുറെ കസ്റ്റംസിനെ കുറിച്ച് പറയും, കുറെ നമ്മൾ പല റിച്വൽസിനെ കുറിച്ച്. എന്നാൽ സ്പിരിച്വൽ ടെക്സ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളെ കുറിച്ച്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ourselves. Religion is for customs and spirituality is for ourselves. അതെപ്പോഴും നമ്മൾ മറക്കണം. Now, when you talk about yourself, അവിടെയാണ് ഹിന്ദു ഫിലോസഫി, നമ്മുടെ spirituality is talk about the science of life. And what is the science of life? നമ്മളെപ്പോഴും നമ്മളെ ബോഡി കാണും, ഫിസിക്കൽ ബോഡി കാണും. അപ്പോൾ നമ്മൾ അവിടെയാണ് സയൻസ് അപ്ലൈ ചെയ്യുന്നത്. And this physical body we are seeing through a conscious mind. Without conscious mind, you can't see your own body, you can't see anything in this world. So that conscious mind is a subtle body, and the body which you are seeing is the gross. Like what Einstein told, the energy and the mass. Similarly, the energy part is the mind and the mass part is the body. അപ്പോൾ നമ്മൾ ഈ എനർജി പാർട്ട് വിട്ടുകൊണ്ട് വെറും മാസിനെ കുറിച്ച് ചിന്തിച്ചാൽ we will never understand about the life. കാരണം the life start from the mind. അത് നമ്മുടെ ഉള്ളിൽ നല്ലവണ്ണം ഉറയ്ക്കണം. സൂക്ഷ്മ ശരീരം ഉണ്ടെങ്കിലേ സ്ഥൂല ശരീരം ഉള്ളൂ. മൈൻഡ് ഉണ്ടെങ്കിലേ ബോഡി ഉള്ളൂ, മൈൻഡ് ഉണ്ടെങ്കിലേ ലൈഫ്. അപ്പം നമ്മൾ ബോഡിയിലേക്ക് നോക്കുന്നു, വേൾഡിലേക്ക്, സറൗണ്ടിങ്സിലേക്ക്. നമ്മളാരും എങ്ങോട്ട് നോക്കുന്നില്ല, നമ്മളെ മൈൻഡിലേക്ക് നമ്മൾ നോക്കും. അപ്പം സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്കിംഗ് ഇൻ ടു ദ സ്പിരിറ്റ്, ലുക്കിംഗ് ഇൻ ടു ദ സട്ടിൽ എനർജി. അപ്പം നമ്മളെ കാണുക എന്ന് പറഞ്ഞാൽ, സി
Seeing yourself means what? Seeing your own mind. And mind we can't see because it is very subtle. മനസ്സിനെ കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മൈൻഡ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം തുടങ്ങിയ ഒരുപാട് ഇംപ്രഷൻസ്. ഓരോ ലൈഫിൽ നമ്മൾ ഗ്യാദർ ചെയ്തിരിക്കുന്ന ഒരുപാട് ഇംപ്രഷൻസ് നമുക്കുണ്ട്. ഈ ഇംപ്രഷൻസിലൂടെയാണ് നമ്മൾ ലൈഫിനെ കാണുന്നതും എക്സ്പീരിയൻസ്. ഈ മൈൻഡ് എന്ന് പറഞ്ഞാൽ അതിലും രണ്ട് പാർട്ടുണ്ട്. മൈൻഡിന്റെ രണ്ട് പാർട്ട് എന്ന് പറയുന്നത് ഈ സട്ടിൽ ബോഡിക്ക് അപ്പുറത്ത്, ആ സട്ടിൽ ബോഡി പോലും, മൈൻഡ് എന്ന് പറയുന്ന സാധനം പോലും രാവിലെ ഉണർന്നു വരണമെങ്കിൽ ഒരു ഇൻഫിനിറ്റ് എനർജിയിൽ നിന്നേ ഒരു ഫൈനൈറ്റ് എനർജി മാനിഫെസ്റ്റ് ചെയ്യും. അപ്പൊ മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് എനർജിയുടെ, ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസിന്റെ ഒരു പാർട്ട് മാത്രമാണ്. അപ്പൊ മനസ്സ് ഉണർന്നു വരുന്നു ഡെയിലി എങ്കിൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ഉണർത്തിക്കൊണ്ടുവരുന്ന, എല്ലാ മനസ്സുകളെയും ഉണർത്തിക്കൊണ്ടുവരുന്ന ഒരു ഇൻഫിനിറ്റ് പവർ ഉണ്ട്. അപ്പൊ ആ ഒരു പവറിൽ നിന്നും മാനിഫെസ്റ്റഡ് ആയിരിക്കുന്ന മൈൻഡിൽ കുറേ ഇംപ്രഷൻസ് ഉണ്ട്, വാസനകളുണ്ട്. ഈ വാസനകളിലൂടെയാണ് നമ്മൾ ഈ വേൾഡിനെ കാണുന്നത്. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ചുള്ള കോംപ്ലക്സ് ആയാലും ശരി, ലോകത്തെ കുറിച്ചുള്ള പ്രശ്നങ്ങളും എല്ലാം ഓരോരുത്തരും കാണുന്നത് നിങ്ങളുടെ മൈൻഡിലുള്ള ഇംപ്രഷൻസിലൂടെയാണ്. ഒരാൾ പറയുന്നത് എനിക്കത്ര ബ്യൂട്ടി പോരാ, എനിക്കത്ര ഹൈറ്റ് പോരാ, ഞാൻ ടു ഫാറ്റിയാണ്, അല്ലെങ്കിൽ ഞാൻ ടു തിന്നാണ്, ഞാൻ ടു അതാണ്, ഞാൻ കളറ് പോരാ. ഓരോ കോംപ്ലക്സുകൾ ഇതൊക്കെ ബോഡിയിലൂടെ എല്ലാവരും കാണുന്നത്. ദേ ആർ സീയിങ് ത്രൂ ദ മൈൻഡിലൂടെയാണ്. ആ മൈൻഡ്, അതിലാ തോട്ട്സുകൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ കോംപ്ലക്സുകളൊന്നും ഇല്ല. അപ്പൊ അവിടെയാണ് നമ്മൾ പഠിക്കാതെ പോയത്. ഈ തോട്ട്സുകളെ നമുക്ക് വേണമെങ്കിൽ ഇറേസ് ചെയ്യാം. ഈ തോട്ട്സുകളെ ഇറേസ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം, ഈ തോട്ട്സുകളാണ് നമ്മുടെ ലൈഫിനെ ഇന്റർഫിയർ ചെയ്യുന്നതെന്ന് നമ്മളാരും അറിയുന്നത്. ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് നോട്ട് ഡിസൈഡഡ് ബൈ ദ ക്വാളിറ്റി ഓഫ് തിങ്സ് യു ആർ ഗെറ്റിംഗ്. അതുകൊണ്ടാണ് എത്ര ലക്ഷൂറിയസ് വേൾഡിലും ആളുകൾ ലക്ഷൂറിയസ്ലി മിസറബിൾ ആയിട്ട് ജീവിക്കുന്നത്. അല്ലേ? ശരിയല്ലത്? ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ആളുകൾ അത് എൻജോയ് ചെയ്യുന്നവർ വളരെ, അപ്പോഴും കംപ്ലൈന്റ് ആണ്, 100 പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്. അപ്പൊ ആളുകളുടെ ജീവിതത്തിൽ എന്താ ഇത്രയും ക്വാളിറ്റി ഓഫ് ലൈഫ് വരാത്തത് എന്ന് പറയുമ്പോൾ ഗാഡ്ജറ്റ്സുകൾ ഇഷ്ടം മാതിരി, അതുപോലെ വെക്കേണ്ട സൂമോട്ടോ ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, എല്ലാട്ടോ ഉണ്ട്, എല്ലാ സാധനങ്ങളും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം, ട്രാൻസ്പോർട്ട് ഉണ്ട്, എല്ലാ സൗകര്യം, കമ്മ്യൂണിക്കേഷൻ, എല്ലാ സാധനങ്ങളും. ഇനിയിപ്പം ഓൺലൈൻ ബുക്കിംഗ്, അത് ഇത്, ഒരുപാട് ഫെസിലിറ്റീസ്. ഹാപ്പിയാണോ എന്നിട്ടും മനുഷ്യൻ പറയൂ? ഈ സൗകര്യങ്ങളൊക്കെ കൂടിയപ്പോൾ ബാംഗ്ലൂർ കൂടെ നടക്കാൻ പറ്റാതെ, ഒന്ന് റോഡ് കൂടെ പോകാൻ പറ്റാതെ, ഒന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. ഇപ്പൊ ബ്രഹ്മാവിന്റെ തലയുണ്ടെങ്കിലേ ബാംഗ്ലൂരിൽ ജീവിക്കാൻ പറ്റും. കാരണം ഏത് വഴിക്ക് എപ്പോഴും ചെറിയൊരു സാധനം പോകുന്നുണ്ടല്ലോ, വണ്ടി ഈ റോഡിൽ കൂടെ പോകുന്നില്ല. അവൻ ഏതിലൊക്കെയാ പോകുന്ന ദൈവത്തിനെ അറിയുന്നു. പണ്ടൊക്കെ പിന്നിലും മുന്നിലും സൈഡിലൊക്കെ നോക്കി, ഇപ്പൊ താഴേക്ക് നോക്കണം വല്ലതുകൊണ്ടോ. ഈ തരത്തിൽ മനുഷ്യ ജീവിതം മുഴുവൻ ഓരോ തരത്തിൽ പല ഫിയറുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ആയിട്ട് മാറുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എക്സ്റ്റേണൽ ആയിട്ടുള്ള സറൗണ്ടിങ്സ് കൊണ്ട് മാത്രം, എൻവയറമെന്റ് മാത്രം ലൈഫിനെ ഹാപ്പിയാക്കാൻ സാധ്യത. ഒരു ഇന്റേണൽ വേണ്ടേ? ആ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, റിഫൈൻ, അതില്ലാത്തോടത്തോളം കാലം എക്സ്റ്റേണലി എന്തുണ്ടായിട്ടും കാര്യമില്ല. ഇനി ലൈഫിന്റെ മാത്രമല്ല, നമുക്ക് സൊസൈറ്റിയിൽ ഇന്ററാക്ട് ചെയ്യണം, പലരോടും ഇടപഴകണം. അപ്പോഴും നമ്മളെ ഇന്റർഫിയർ ചെയ്യുന്നത് നമ്മുടെ കാമം, ക്രോധം, അഹങ്കാരം, ബലം, ദർപ്പം. അപ്പൊ അവരവരുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ രാഗദ്വേഷം, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്. ഈ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് ആണ് ഈ കാമക്രോധ ലോപങ്ങളായിട്ട് നമ്മളെ ഇന്റർഫിയർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാമക്രോധ അല്ലെങ്കിൽ രാഗദ്വേഷങ്ങളുടെ വളരെ ഡീപ്പായിട്ടുള്ള ഇംപ്രഷൻസ് നമ്മളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരമല്ല മറ്റുള്ളവർ നമ്മളോട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ ഡിസ്റ്റർബ്. അപ്പൊ നോക്കൂ, ഒരു വശത്ത് നമ്മുടെ മൈൻഡ് ചിലത് എൻജോയ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ചിലത് നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരുമ്പോൾ അപ്പോഴും ഡിസ്റ്റർബ്ഡ് ആണ്.
ഈ തരത്തിൽ അവസാനം മനുഷ്യന് കിട്ടുന്നത് ഒരു ഹാപ്പി ലൈഫല്ല, വളരെ ഡിസ്റ്റർബ്ഡ് ലൈഫാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ബിപിയും ഇത്രയും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഒരു മനുഷ്യ ജീവിതം മാറും. അപ്പൊ അവിടെയാണ് ഗീത പറയുന്നത് നമുക്കൊരു റിലാക്സ്ഡ് ലൈഫ് ഉണ്ടാക്കാൻ പറ്റും. ഒരു റിലാക്സ്ഡ് ലൈഫ് ഉണ്ടാക്കണമെങ്കിൽ യു ഹാവ് ടു ലുക്ക് വിത്തിൻ. നിങ്ങൾ എങ്ങോട്ട് നോക്കണം? നിങ്ങളിലേക്ക് തന്നെ നോക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്കിവിടെ കറക്റ്റ് ചെയ്യാനുള്ളത് സ്ഥൂല ശരീരത്തെയല്ല, ഇതിനെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ളതെല്ലാം സൂക്ഷ്മ ശരീരത്തെയാണ്. അതെപ്പോഴും ഓർക്കണം. ഗീത നമ്മളെ സഹായിക്കുന്നത് സൂക്ഷ്മ ശരീരത്തെ റിഫൈൻ ചെയ്യാൻ. ഇപ്പൊ നോക്കൂ, ആളുകൾ ഓവർ ഫാറ്റി ആയി കഴിഞ്ഞാൽ ജിമ്മിൽ പോകും, അല്ലെങ്കിൽ നിങ്ങൾ ഡയറ്റ് ചെയ്യും. എല്ലാവരും ശരീരത്തെ എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ സ്ലിം ആവണം, ഇതൊക്കെയാണ് നോക്കുന്നത്. പക്ഷെ അവരറിയുന്നില്ല അവരുടെ ഉള്ളിൽ ഒരു ഫാറ്റി ഈഗോ കിടക്കുന്നുണ്ട്. ഒരു ഫാറ്റി ഈഗോ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം ശരീരത്തെ തിന്നാക്കിയാലും തിന്നറാക്കിയിട്ടും ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഉള്ളിലുള്ള ഈഗോ അവരെ ഒരിക്കലും പീസ്ഫുൾ ആവാൻ സമ്മതിക്കില്ല. അപ്പം ബോഡി നമുക്ക് അതിനെ ലൈറ്റ് വെയിറ്റ് ആക്കുന്നതോടൊപ്പം തന്നെ, അതിൻ്റെ വെയിറ്റ് ലോസ് ആക്കുന്നതോടൊപ്പം തന്നെ ഏതും കൂടി ഒന്ന് ലൂസ് ആക്കണം. ഈഗോ അതിൻ്റെ വെയിറ്റും ഒന്ന് ലൂസ് ആക്കണം. വേണോ വേണ്ടയോ? കമൺ. അതാണ് ഭഗവത്ഗീത നമ്മളെ ലൈറ്റ് വെയിറ്റഡ് ആക്കുന്നത്. ഫിസിക്കലി അല്ല, മെന്റലി കുറേ കൂടി റിലാക്സ്ഡ് ആക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു റിലാക്സേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ കൃഷ്ണൻ പറഞ്ഞതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചില ഡിസിപ്ലിൻസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. അല്ലാതെ ഒരിക്കലും സംഭവിക്കില്ല. അപ്പൊ നമുക്കൊരു പഞ്ച്വാലിറ്റി വേണം. കുറച്ച് നമ്മൾ ധ്യാനവും പ്രാണായാമവും തുടങ്ങിയതെല്ലാം രാവിലെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമ്മൾ അങ്ങനെ കുറെ ഹാർഡ്ഷിപ്പ് എടുത്ത് ആ ഒരു പ്രയാസങ്ങളിൽ നമ്മുടെ സാധന എൻജോയ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, മൈൻഡ് കുറച്ച് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും പഠിച്ചു കഴിഞ്ഞാൽ ഏത് വർക്കും ഒരു പ്രയാസമില്ല. പല വർക്കുകളും നമുക്ക് നോക്കൂ, ഇന്നത്തെ ഒരു ജനറേഷന്റെ ഒരു തെറ്റായ ധാരണ വെച്ചാൽ ഇന്റലക്ച്വലി ഇൻഫർമേഷൻ കൂടിയത് കൊണ്ടോ ഇന്റലക്ച്വലി നമ്മൾ സ്കിൽ കൂടിയത് കൊണ്ടോ ക്യാരക്ടർ അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല. ഇന്റലക്ട് ആൻഡ് ക്യാരക്ടർ ഇത് രണ്ടും രണ്ട് ഫാക്ടറാണ്. ക്യാരക്ടർ നമ്മൾ കൊണ്ടുവന്നതാണ്. ഇന്റലക്ട് നമുക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യാം. മനസ്സിലായില്ല? ഇപ്പം ഞാനൊരു 10-20 ദിവസം ജർമ്മൻ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ, ജർമ്മൻ ലാംഗ്വേജ് ക്ലാസ്സിൽ ഇരുന്ന അറ്റ്ലീസ്റ്റ് 2 വേർഡെങ്കിലും എനിക്ക് പറയാൻ പറ്റില്ലേ? കമൺ. അതൊരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡ്. പക്ഷെ എൻ്റെ ക്യാരക്ടറുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. എല്ലാവരും ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിനാണ് ഫോക്കസ് ചെയ്യുന്നത്. പല ബാച്ചലർ ഡിഗ്രി എടുക്കണോ, അതിന് മാസ്റ്റർ ഡിഗ്രി എടുക്കണോ, അതിന് PhDക്ക് പോകുന്നു, അല്ലെങ്കിൽ പല ഡിപ്ലോമ കോഴ്സുകൾ എടുക്കണോ, ഒക്കെ ഇന്റലക്ച്വലി പലരും ഷാർപ്പാണ്. പക്ഷെ ക്യാരക്ടർ വൈസ് അവര് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എത്ര വർക്ക് എടുത്താലും അവർ ഡിസ്റ്റർബ്ഡ്. അപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ട്വിറ്റർ മുഴുവൻ പിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കമ്പനി എടുക്കുമ്പോഴേക്കും വേറെ ആ കമ്പനിയുടെ ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവർ മുഴുവൻ പിരിച്ചുവിടുക. ഇപ്പൊ തന്നെ എയർ ഇന്ത്യ കാറ്റെടുത്തിരിക്കുന്നു, അവർക്കൊക്കെ ഒരു അൾട്ടിമേറ്റം കൊടുത്തിരിക്കുകയാണ്. മര്യാദയ്ക്ക് പണിയെടുത്തിരിക്കലെല്ലാം അവരതുവരെ സൂചിച്ചു ജീവിച്ചവരാണ് അവര്. ഈ തരത്തിൽ നമ്മൾ അറിയുന്നില്ല, നമുക്ക് എവിടെയും അക്കോമഡേറ്റ് ചെയ്യാൻ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇന്റലക്ച്വൽ അറിവിനോടൊപ്പം തന്നെ ഒരു ക്യാരക്ടർ ഫ്ലെക്സിബിലിറ്റി നമുക്ക് വേണം. ആ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഏത് വർക്ക് ചെയ്യുമ്പോഴും, എത്ര ടഫായിട്ടുള്ള വർക്കായാലും അതിൽ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. അതും റിലാക്സ് ചെയ്ത് അതും എൻജോയ് ചെയ്യാനുള്ളൊരു കഴിവ് വേണം. ആ ഒരു ട്രെയിനിങ് കൂടെ നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ടതുണ്ടോ? കമോൺ കമോൺ, വേണ്ടേ? അപ്പൊ നമ്മൾ ഇനിയുള്ള ആ ഒരു ജീവിതം അതായിരിക്കണം, നമ്മുടെ ഫോക്കസ് അതായിരിക്കണം. ഏത് തരത്തിലുള്ള ജീവിതമായാലും ഐ വിൽ എൻജോയ്, ഐ വിൽ കോൺസെൻട്രേറ്റ് ആൻഡ് ഐ വിൽ എൻജോയ്. 2 കാര്യങ്ങളാണ്. ഞാനതിൽ ഇൻവോൾവ് ചെയ്യും, ഞാനത് എൻജോയ് ചെയ്യും. ഈ 2 വാക്ക് നമ്മൾ മറക്കരുത്. ഐ വിൽ ഇൻവോൾവ് ആൻഡ് ഐ വിൽ എൻജോയ്. അതാണ് കോൺസെൻട്രേഷൻ ആൻഡ് റിലാക്സേഷൻ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ ഒരു പാർട്ട് ക്ലിയർ ആയി. പക്ഷെ അതുകൊണ്ട് എല്ലാം ആയില്ല. അതിപ്പോൾ വർക്കിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രശ്നമോ ഇന്ററാക്ഷൻ പ്രശ്നമോ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഇഷ്ടത്തിന് എഗെയിൻസ്റ്റ് ആരെങ്കിലും നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ, അപ്പം വീണ്ടും ഈഗോ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ അതിനെ ഇഗ്നോർ ചെയ്യാൻ, ഡിസ്റ്റർബൻസിനെ ഇഗ്നോർ ചെയ്യാനുള്ളൊരു
കഴിവും കൂടെ വേണം. അതിനെയും ബൈപ്പാസ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു സമചിത്തതയും കൂടെ കൊണ്ടുവരാൻ സാധിച്ചാൽ ആ ക്യാരക്ടർ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. കമോൺ, ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇൻവോൾവ്മെന്റ് ആൻഡ് എൻജോയിങ് ദ ലൈഫ് ഓർ ദ വർക്ക്, ആൻഡ് സെക്കൻഡ്, ഏത് തരത്തിലുള്ള ഒരു മെന്റൽ ഡിസ്റ്റർബൻസ് വന്നാലും പ്രോബ്ലം വന്നാലും അതിനെ ഒരു സമചിത്തതയോടുകൂടി കാണാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ കുറേ ഡിസ്റ്റർബൻസിന്റെ ആ വോള്യൂം അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്റൻസിറ്റി വളരെ കുറവായിരിക്കും. ആണോ അല്ലയോ? ഇത് നമുക്ക് ഇന്ന് ഡെവലപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് നമുക്ക് നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ അധികകാലമൊന്നും അവര് ഈ ലൈഫായിട്ട് തുടരില്ല. അതുകൊണ്ടാണ് നോക്കൂ, നിങ്ങൾ ഹൈലി നമ്മൾ ടെക്നോളജിക്കലി ഡെവലപ്പ് ചെയ്യും തോറും, എല്ലാവരും ഒരു ഹൈ ഫ്രസ്ട്രേഷനിലേക്ക് പോകും തോറും പിന്നെ ഉണ്ടാവുന്നതൊക്കെ ഒരു ഡിസാസ്റ്ററാണ്. ഇപ്പൊ അമേരിക്കയിലൊക്കെ അതാ കാണുന്നത്. മെന്റൽ ഒരു ഡിസ്റ്റർബൻസ് കൂടി, മെന്റലി വളരെ ഡിസ്റ്റർബ്ഡായി ഗണ്ണെടുത്ത് മറ്റുള്ളവരെ ഷൂട്ട് ചെയ്യുക. അതൊരു ഒരു തരത്തിലേക്ക് അവർ വളർന്നു പോവുകയാണ്. അമേരിക്ക അതുകൊണ്ടാണ് അൺസേഫായിട്ട് മാറി. ഇന്നിപ്പോൾ നമ്മുടെ ഈ സിറ്റികളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നത് ആ ഒരു ഡാമേജിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷെ നമ്മളും പോകുന്നത് ഏറെക്കുറെ ആ ഒരു വഴിയിലേക്കാണ്. അവിടെയാണ് സ്പിരിച്വൽ ആയിട്ടുള്ള ഭഗവത്ഗീതയുടെയൊക്കെ ഒരു ഇംപ്ലിമെന്റേഷൻ സ്കൂൾ ലെവലിലോ കുട്ടികൾക്കോ ഇത് നമ്മൾ എങ്ങനെയെങ്കിലും പറഞ്ഞു കൊടുക്കണം. നമ്മൾ ചാൻഡിങ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ചാൻഡിങ്ങിന്റെ കൂടെ തന്നെ ഇതെങ്ങനെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക, അതുപോലെ നമ്മൾ ആ കുട്ടികളിൽ അവരുടെ ആ ലഥാർജി അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ, അവരുടെ രജോ ഗുണത്തെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ, അവരുടെ സാത്വിക് ഗുണത്തിൽ തന്നെ ഈഗോ അതുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ ഉള്ളൊരു കഴിവ് നമ്മുടെ കുട്ടികളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇന്റലക്ച്വൽ ഗ്രോത്തിന്റെ കൂടെ തന്നെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. മനസ്സിലാവുണ്ടല്ലോ? ഒരു ആനയുടെ രണ്ട് കൊമ്പെന്ന പോലെ തുല്യമല്ലെങ്കിൽ എന്ത് വൃത്തികേടാണ് നോക്കൂ. ഇല്ല, ഇപ്പൊ നമ്മുടെ കൈ ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണെങ്കിൽ എങ്ങനെയായിരിക്കും? എന്ത് വൃത്തികേടായിരിക്കും. അതുപോലെയാണ് നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് ഇന്റലക്ച്വലി നമ്മൾ വളരെ കേപ്പബിൾ ആണെങ്കിലും ഇമോഷണലി വളരെ ഇമോഷണൽ അല്ല, ക്യാരക്ടർ വൈസ് വളരെ വളരെ വീക്കായിക്കൊണ്ടിരിക്കും. അപ്പൊ ആ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഭഗവത്ഗീത നമുക്ക് വഴികാട്ടുന്നത്. അപ്പൊ അതിലേക്ക് എത്താൻ കൃഷ്ണൻ കുറെ വഴികൾ പറഞ്ഞിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൃഷ്ണൻ ആ ഒരു കാര്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ വേറെയും ചില വഴികൾ പറഞ്ഞു തരികയാണ്. അതെന്തൊക്കെയാണ്? ബ്രഹ്മഭൂത പ്രസന്നാത്മാ നശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. ബ്രഹ്മഭൂത പ്രസന്ന. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കേണ്ടത് എൻ്റെ ശരീരം, ആ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് എൻ്റെ സട്ടിൽ ബോഡി മൈൻഡും പ്രാണനുമാണ്. ഈ മനസ്സിനെയും പ്രാണനെയും ചേർത്ത് ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ പോലും ഉണർത്തുന്ന ഇൻഫിനിറ്റ് കോൺഷ്യസ് പവറിനെയാണ് എന്ത് പറയുക? ബ്രഹ്മം എന്ന് പറയാം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഇൻഫിനിറ്റ് പവറിന്റെ ഒരു പാർട്ട് മാത്രമാണ് നമ്മുടെ മൈൻഡ്. ഒരു ഇൻഫിനിറ്റ് എനർജിയുടെ പാർട്ട് മാത്രമാണ് നമ്മുടെ മൈൻഡ്. അതെപ്പോഴും ഒരു ഓർമ്മ വരും. ഇപ്പൊ മനസ്സ് ഉണർന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ ഉണർത്തിക്കൊണ്ടുവരാൻ ഒരു എനർജി ഉണ്ട്. അപ്പൊ മനസ്സിനും അപ്പുറത്ത് മനസ്സിനെ പോലും ഉണർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു ഇൻഫിനിറ്റ് പവർ, ഉള്ളിലുള്ള പവറിനെ നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കണമെങ്കിൽ, ആ പവറിലേക്ക് മൈൻഡ് കണക്ട് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ ചില സാധനകൾ നമ്മൾ ചെയ്യണം. അപ്പൊ നിരന്തരമായ ഒരു പ്രാക്ടീസിലൂടെ മാത്രമേ നമ്മളിലുള്ള ഈഗോ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ധ്യാനത്തിലൂടെയും ജപത്തിലൂടെയും ഓംകാരത്തിലൂടെയും ഇത്രയും ചെയ്താൽ മതി. രാവിലെ എണീറ്റ് കുറച്ച് പ്രാണായാമവും കുറച്ച് ഓംകാരം അങ്ങനെയെങ്കിലും നമ്മൾ ചൊല്ലിക്കൊണ്ട് കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് ആ ഒരു ഇൻഫിനിറ്റ് എനർജിയിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുമ്പോൾ നാം ജീവഭൂതത്തിൽ നിന്നും ബ്രഹ്മഭൂതത്തിലേക്ക് കിടക്കും. ഇപ്പൊ ജീവഭൂതം എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് ആയിട്ടുള്ള നമ്മുടെ മൈൻഡിൽ നിന്നും ഒരു ഇൻഫിനിറ്റ് എനർജിയിലേക്ക് നമ്മൾ കടക്കും. എപ്പോഴും നമുക്ക് നോക്കൂ, ഇത്രയുള്ള നമുക്ക് കണക്ട് ചെയ്യാനുള്ളത്. ഒന്നുകിൽ നമ്മുടെ മൈൻഡ്
ഗ്രോസ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ബോഡിയിലേക്ക് കണക്ട് ചെയ്യും. ആൻഡ് സെൻസ് ഓർഗത്തിൽ അത് പുറത്തു പോകും. ഇനി നമ്മൾ ധ്യാനത്തിലൂടെ എന്താ ചെയ്യുന്നത്? ആ മൈൻഡിനെ നമ്മൾ മന്ത്രങ്ങളിലൂടെ അതിനെ ഉണർത്തുന്ന ഇൻഫിനിറ്റ് പവറിലേക്ക് കണക്ട് ചെയ്യും. ഇൻഫിനിറ്റ് പവറിലേക്ക് കണക്ട് ചെയ്യാൻ പ്രയാസമില്ല. തോട്ട്സുകൾ മാറിയാൽ തന്നെ എന്തായി? തോട്ട്സുകളാണ് മൈൻഡിനെ, നമ്മുടെ ഈ കോൺഷ്യസ് എനർജിയെ ലിമിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ തോട്ട്സുകൾ മാറിക്കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റ് ആയി. ഉറക്കം നോക്കൂ, ഉറക്കത്തിൽ തോട്ട്സുകൾ വിടുന്നതോടുകൂടി നമുക്ക് ഷേപ്പില്ല. നമ്മളൊരു ഇൻഫിനിറ്റ് ആണ്. ആണോ? കമോൺ, നിങ്ങൾക്ക് എന്ത് രൂപമുണ്ട്? നിങ്ങൾ കടന്നുറങ്ങുന്നത് നിങ്ങൾക്ക് ഉണ്ടോ? വല്ലതും നിങ്ങളെ സംബന്ധിച്ച് അറിയുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താ ഷേപ്പ്? നിങ്ങൾ എങ്ങനെ കിടക്കുന്നു? ഒരു ബോധമില്ല. ഉറക്കത്തിൽ നിങ്ങളുടെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഒരു ബോധം ഇരിക്കുക. ഉറക്കത്തിൽ നമ്മുടെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞ കമോൺ, ഒരു ചിത്രം, അതിനൊരു രൂപമില്ല. അപ്പൊ ഒരു ഇൻഫിനിറ്റ് ആയി മാറി. അപ്പൊ തോട്ട്സുകൾ വരുമ്പോഴാണ് ഇൻഫിനിറ്റ് പൂർണ്ണമായത് പരിമിതമാകുന്നത്. അപ്പൊ ബ്രഹ്മം ജീവാത്മാവാകുന്നത് എപ്പോഴാണ്? കമോൺ, തോട്ട്സുകൾ വരുമ്പോഴാണ്. അപ്പൊ ആ തോട്ട്സുകൾ മാറിക്കഴിഞ്ഞാൽ ജീവാത്മാവ് മാറി പരമാത്മാവായി. അതാണ് ബ്രഹ്മഭൂയ. ധ്യാനം നിരന്തരം ചെയ്ത് ദിവസവും നമുക്ക് ആരോട് കണക്ട് ചെയ്യാം? ബ്രഹ്മത്തിലേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ കുറച്ചു നേരം മൈൻഡിനെ ഓങ്കാരമൊക്കെ ചൊല്ലി മൈൻഡ് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്താൽ, തോട്ട്സുകൾ ഒന്ന് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ, തോട്ട്സുകൾ കംപ്ലീറ്റ്ലി സെറ്റിൽ ഡൗൺ ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് ജീവഭൂതാത്മാവ് ആരെ മാറി? ബ്രഹ്മഭൂതാത്മാവായി. അങ്ങനെ ബ്രഹ്മഭൂതം ആയി വരുന്തോറും പ്രസന്നാത്മാ എന്തായി? അവരുടെ മനസ്സിൽ പ്രസന്നത കൂടി. പ്രസന്നത കൂടുക എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് എപ്പോഴും പ്രസന്നമാണ്, ഫൈനൈറ്റ് എപ്പോഴും അസ്വസ്ഥമാണ്, റെസ്റ്റ്ലെസ് ആണ്. അപ്പൊ നമ്മൾ ദിവസവും ധ്യാനം ചെയ്യുന്തോറും നമ്മുടെ പ്രസൻസ്, ആ ഒരു പ്രസന്നത, ആ മൈൻഡിന്റെ ഒരു പ്ലസന്റ് മോഡ് അത് വളരെ കൂടി വരും. നോക്കൂ, നിങ്ങൾ ഒരു ജോലി നമ്മൾ എൻജോയ് ചെയ്യുന്നത് എങ്ങനെയാണ് എൻജോയ്മെന്റ് ആവുന്നത്? നിങ്ങളുടെ മൈൻഡ് അതിലേക്ക് ഇൻവോൾവ് ചെയ്യുക എന്ന് പറയുന്നതിന് കാരണം, നിങ്ങളതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതോറും, നിങ്ങൾ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നതോറും മനസ്സിലുള്ള തോട്ട്സുകളുടെ ഡിസ്റ്റർബൻസ് കുറഞ്ഞു. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുന്നതിന്റെ എൻജോയ്മെന്റ് വളരെ കൂടുതലാണ്. അപ്പൊ മനസ്സിന്റെ എൻജോയ്മെന്റ് കൂട്ടാൻ നമ്മളിൽ ധ്യാനത്തിലൂടെ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തോട്ട്സുകൾ മാറിയാൽ എൻജോയ്മെന്റാണ്. ഇപ്പൊ രാത്രി ഉറക്കത്തിൽ നമുക്കൊരു തരം സുഖം തന്നെയാണ്. ആരും ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഡീപ് സ്ലീപ്പിൽ ഉറങ്ങിയിട്ടില്ല. ഡീപ് സ്ലീപ്പ് ആണോ? അത് വളരെ പ്രസന്നാത്മാ ആണോ? അറിയുന്നില്ല നമുക്ക്. ഉറക്കം ഡിസ്റ്റർബ്ഡ് ആണോ? അങ്ങനെയെങ്കിൽ അത് ഉറക്കമല്ല. ഉറക്കം അൺഡിസ്റ്റർബ്ഡ് ആണോ? എങ്കിൽ അത് ഡീപ് സ്ലീപ്പാണ്. ആണോ? നമ്മളെല്ലാവരും ഭാഷ ഉപയോഗിക്കും. ഞാൻ ഇന്നലെ രാത്രി സുഖമായി ഉറങ്ങി. അതിനർത്ഥം ഇന്നലെ ഒരു ചിന്തയും എന്നെ ഡിസ്റ്റർബ് ചെയ്തില്ല. എല്ലാ തോട്ട്സുകളും അവരുടെ ഉള്ളിൽ നിന്ന് മാറിക്കഴിഞ്ഞു. അങ്ങനെ ഒരു മൈൻഡോടുകൂടി നമ്മൾ ജോലി ചെയ്താലോ, ഒരു അൺഡിസ്റ്റർബ്ഡ് മൈൻഡോടുകൂടി ജോലി ചെയ്താലോ, അതെങ്ങനെ ഇരിക്കും? പ്രസന്നാത്മാ, ബ്രഹ്മഭൂത പ്രസന്നാത്മാ. ഇതൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കണം, നമ്മളിലേക്ക് നല്ലവണ്ണം ഫോക്കസ് ചെയ്താലേ, തോട്ട്സിന്റെ ഇറപ്ഷൻ കാണുമ്പോഴേ, ആ തോട്ട്സിന്റെ ഇറപ്ഷനെ എലിമിനേറ്റ് ചെയ്താലേ നമുക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്നു. കുറച്ചൊരു കാര്യം നമ്മുടെ മൈൻഡ് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്താൽ ഈഗോ പോപ്പ് ചെയ്യും. ആ ഈഗോയിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സ്ട്രെസ്ഫുൾ ആയി, ആകെ ഡിസ്റ്റർബ്ഡ് ആയി. ഈ ഈഗോ, അതുപോലെ തന്നെ ഈഗോ പൊങ്ങി വരുന്തോറും രാഗദ്വേഷങ്ങൾ, എന്റെ വർക്കിനെ ഡിസ്റ്റർബ് ചെയ്തു, എന്നെ അത് ചെയ്ത്, എന്നെ ഉപദ്രവിക്കരുത്, എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് പൊങ്ങി വരുന്ന രാഗദ്വേഷങ്ങളെയും ഈഗോ ഒന്നും നമ്മളാരും അറിയുന്നില്ല. തോട്ട്സുകളെ നമ്മൾ അറിയുന്നില്ല. നമ്മുടെ മുന്നിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരാളെ നമ്മൾ കാണുന്നു. നമ്മളെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന മൈൻഡിനെ നമ്മൾ കാണുന്നില്ല. ആ സട്ടിൽ ഒരു വിഷൻ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ, നമുക്ക് പ്രസന്നാത്മാ, ബ്രഹ്മഭൂത പ്രസന്നാത്മാ എപ്പോഴും മനസ്സിലാക്കണം. പ്രസന്നാത്മാ, പ്രസന്നമായൊരു മനസ്സുണ്ടാവണമെങ്കിൽ എവിടെ കണക്ട് ചെയ്യണം? എവിടെ കണക്ട് ചെയ്യണം? ബ്രഹ്മത്തിൽ തന്നെ കണക്ട് ചെയ്യണം.
എങ്കിലേ പ്രസന്നത എപ്പോഴും നിലനിർത്താൻ, അല്ലെങ്കിൽ പ്രസന്നയും കൊണ്ട് നടക്കാം. പ്രസന്നത ഉണ്ടാവില്ല. ഈ പ്രസന്നമായൊരു മനസ്സ് കൊണ്ട് നടക്കണമെങ്കിൽ കണക്ട് ചെയ്തല്ലാതെ വേറെ വഴിയില്ല. എല്ലാവർക്കും ഈ ഒരു ആളുകൾ ഓടുന്നൊക്കെ ഈ ഒരു സമാധാനത്തിനാണ്, അല്ലേ? നിങ്ങൾ നോക്കൂ, സാറ്റർഡേ സൺഡേ എല്ലാവരും കടന്നുറങ്ങുന്നത് എന്തിനാണ്? വീക്കെൻഡ്, അല്ലെങ്കിൽ നിങ്ങൾ പാർട്ടിക്ക് പോകുന്നു, പാർക്കിൽ പോകുന്നു, അല്ലെങ്കിൽ ഇവിടെ പബ്ബിൽ പോകുന്നു, ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ എൻജോയ്മെന്റ് ഒക്കെ അവിടെ ഉണ്ടാവണമെങ്കിൽ അവിടെ അവരെ മൈൻഡ് കമോൺ റിലാക്സ് ചെയ്യണം. അപ്പൊ അവരെ എക്സ്റ്റേണൽ എൻവയറമെന്റ് ഉപയോഗിച്ചിട്ടാണ് മൈൻഡിനെ റിലാക്സ് ചെയ്യുന്നത്. പക്ഷെ ആ റിലാക്സേഷൻ എത്ര നേരം കിട്ടുന്നത്? അതൊരു എക്സൈറ്റഡ് റിലാക്സേഷനാണ്. എന്താണ്? ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ആ എക്സൈറ്റ്മെന്റ് ആണ് അവർ വിചാരിക്കുന്നത് ശരിക്കുള്ള ഒരു ഹാപ്പിനെസ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഒരു അഡിക്ഷൻ എന്ന നിലയ്ക്ക് അവരതിന്റെ പിന്നാലെ പോകുന്നത്. പക്ഷെ അവരറിയുന്നില്ല, ഇതൊന്നുമില്ലാതെയും അവർക്ക് മൈൻഡിനെ പ്രസന്നമാക്കി വെക്കാൻ സാധിക്കും. അപ്പോ ബ്രഹ്മഭൂത പ്രസന്നാത്മാ നശോധതി നകാംക്ഷതി. ആർക്കങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അർജുന? നശോചതി. അവരൊരിക്കലും കമോൺ ദുഃഖിക്കില്ല എന്നല്ല, ദുഃഖം വന്നാൽ അവരത് പെട്ടെന്ന് അവരുടെ മൈൻഡ് അത് കണ്ടുപിടിക്കും. അവരുടെ ആ ഒരു ക്യാമറ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും. അവരുടെ ആ സ്കാനിങ് സിസ്റ്റം വളരെ ഷാർപ്പാണ്, പെട്ടെന്ന് റിപ്പോർട്ട് കൊടുക്കും.